ഞങ്ങൾ പ്രാഥമികമായൊരു അന്വേഷണം നടത്തി. പ്രാഥമികമായ അന്വേഷണത്തിലും ഇതുവരെ വാർത്താ ചാനലുകളിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും കേസുകാർ പ്രതിഷേധം നടത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. ഒരാളും എത്തിയിട്ടില്ല. 3-4 KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരുണ്ടായിരുന്നു. ഇവരെ ആക്രോശിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് കേസുകാരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. പക്ഷെ ഇതുവരെ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ വെച്ച് ആരും അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. 3-4 KSUക്കാരും 35 പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരും 3-4 KSUകാരും പ്രതിഷേധിക്കും. കരിങ്കൊടിയൊക്കെ കാണിച്ച് പ്രതിഷേധിക്കും. എല്ലാവർക്കും എതിരായി പ്രതിഷേധിക്കാറുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇനിയും പ്രതിഷേധിക്കും. പക്ഷേ ആക്രമിക്കും എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടതിലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. അല്ല, അത് പിന്നെ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, എന്തും പറയാമല്ലോ. അതിൽ അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്നത്, വാർത്താ മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ആക്രമിക്കുന്ന ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഇവരെ അടുത്താരെങ്കിലും ചെല്ലുന്നതിൻ്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഒറ്റ വാർത്താ മാധ്യമങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അത് ആഘോഷിക്കാനാണെങ്കിൽ ആഘോഷിച്ചോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ്. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. കൂടുതൽ എന്തെങ്കിലും വിവരം തരാം. ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കെതിരായി നടപടിയെടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു കാണാനുള്ള യാതൊരു സാധ്യതയും പ്രാഥമിക അന്വേഷണത്തിലില്ല. രണ്ടാമത് അന്വേഷണത്തിൽ അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും ചെയ്യും. അല്ല, അതൊക്കെ ചെയ്ത് എനിക്കെതിരെ പ്രതിഷേധിച്ചു. എനിക്കൊരു വിഷയമില്ല. ഞാനാണല്ലോ ഭരിക്കുന്നത് കേരളം. കേരളം ഭരിക്കുന്നത്. ഞാനാണല്ലോ ആരോഗ്യരംഗത്തെ ഈ സ്ഥിതിയിലാക്കിയത്. ഞാനാണല്ലോ കേരളത്തെ ഈ സ്ഥിതിയിലാക്കിയത്. കേരളത്തിനെ ഈ ശരിയാക്കി തന്ന ഞാനാണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്കെതിരെ പ്രതിഷേധിച്ചോ, കുഴപ്പമൊന്നുമില്ല. ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടത്തിയെന്നുള്ള അതിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാ മന്ത്രിമാരും VD സതീശനാന്ന് പറയും. കാരണം എനിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് അവരാണ്. എൻ്റെ PR ചെയ്യുന്നത് ഇപ്പോൾ അവരാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതൊക്കെ ഉറപ്പായിട്ട് തുടരും. അതൊന്നും വേറൊരു അക്രമത്തിൻ്റെ ലെവലിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരും ചെയ്യില്ല. കരിങ്കൊടി പ്രകടനമൊക്കെ നടത്തും. ഇവിടെ നടത്തും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എതിരെ നടത്തിയിട്ടുണ്ട്. അത് പ്രതിഷേധം. ഡാറ്റാ മോഷണത്തിന്റെ ഏറ്റവും വലിയ വിവരം എന്ന് പറയുന്നത് ജീവനക്കാരുടെ സ്പാർക്കിൽ നിന്നുള്ള മോഷണം മാത്രമല്ല നടന്നിരിക്കുന്നത്. K-സ്മാർട്ടിൽ നിന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ OSD ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവ റാവു പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിഷയത്തിൽ മറുപടി പറയുകയായിരുന്നു. ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ആ ദൃശ്യങ്ങളിലൊന്നും ആക്രമിക്കുന്നതായി KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും ഇനിയും അന്വേഷണം ഉണ്ടാകും. പ്രവർത്തകർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. അതേസമയം അദ്ദേഹം പറയുന്നുണ്ട്, ആശുപത്രികളിലെ വീഴ്ചകളിൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. തീർച്ചയായും തുടർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട്. അജീഷ്, നേരത്തെ നമ്മൾ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പറയുകയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പറഞ്ഞു 4-5 പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്, 10-35 പോലീസുകാർ ഉണ്ടായിരുന്നു എന്നൊക്കെ. അജീഷ് ജയകുമാറിലേക്ക് എത്താം. ഏതായാലും ഇന്ന് കണ്ണൂരിൽ വെച്ചാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യമന്ത്രിക്ക് നേരെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് കണ്ണൂരിൽ ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോൾ രാവിലെ മുതൽ തന്നെ മന്ത്രിക്ക് നേരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കരിങ്കൊടി കാണിച്ച് പ്രവർത്തകർ മുന്നോട്ട് വരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരികെ മടങ്ങാനായി എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. കരിങ്കൊടിയുമായി മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു. കൈക്കും കഴുത്തിനും പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എപ്പോഴും ആ ദൃശ്യങ്ങളിൽ നിന്ന് കയ്യേറ്റം ചെയ്യുന്നതായും മറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നില്ല. എന്നെടുത്തു പറയേണ്ട
പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ ആവർത്തിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മന്ത്രിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് CPIM-ഉം കടന്നിട്ടുണ്ട്. SFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ പലയിടത്തു നിന്നും കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയം മുമ്പ് കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഏതായാലും ആരോഗ്യമന്ത്രി നിലവിൽ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് അവിടെ എത്തി, ആശുപത്രിയിലെത്തി മന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഹീന രാഷ്ട്രീയമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതുപോലെ തന്നെ നികൃഷ്ടമായ പ്രവൃത്തി KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് LDF കൺവീനർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ശാരീരികമായി ആക്രമിക്കുന്നത് ഇതിനെ ഒരിക്കലും പ്രതിഷേധമായി കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് CPIM നേതാക്കളുടെ പൊതുവെയുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.